ഈശോ ഏറെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് വിളി കേട്ടെ എല്ലാവരും. സിസ്റ്റർ ഒന്നുകൂടി വിളിക്കാം. എന്തോന്നൊന്ന് വിളി കേൾക്കണം കേട്ടോ എല്ലാവരും. ഈശോ ഏറെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ. ആ, എല്ലാവരും വിളി കേട്ടു. നല്ല കുട്ടികൾ കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചേ? ഉണ്ണീശോയെക്കുറിച്ചും യൗസേപ്പ് പിതാവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചൊക്കെ പഠിച്ചില്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാതാവിനെക്കുറിച്ചാണ്. അപ്പോൾ 8ാമത്തെ പാഠം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എങ്കിൽ നമുക്ക് പഠിക്കാൻ പോകുന്നതിന് മുൻപേ പ്രാർത്ഥിക്കണം അല്ലേ? എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെ, പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മാതാവിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതിനെയോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങേക്കും മാതാവിനും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്കൊരു സ്തുതി പറയാം. ഉച്ചത്തിൽ പറയണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. സുഖമാണോ എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കൊരു കളി കളിക്കാം. ചെറിയ കളിയാണ് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ആരെക്കുറിച്ചൊക്കെ ആയിരുന്നു? മാതാവിനെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? എങ്കിൽ നമുക്ക് സിസ്റ്റർ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയും. ഈശോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? കുരിശിൽ കിടക്കുന്ന ഈശോയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഈശോ കുരിശിൽ കിടക്കുന്ന പോലെ കിടക്കണം. പിന്നെ മാതാവ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ജോലിയെന്ന് നിങ്ങൾക്കറിയാമോ? മാതാവ് ഇങ്ങനെ നല്ല നല്ല ഉടുപ്പൊക്കെ തയ്ക്കുമായിരുന്നു. നിങ്ങളുടെ മമ്മി ഒക്കെ നല്ല ഉടുപ്പൊക്കെ തയ്ച്ച് തരില്ലേ? ഇനി കടയിൽ നിന്ന് നല്ല നല്ല ഉടുപ്പൊക്കെ മേടിച്ച് തരില്ലേ? അപ്പോൾ അങ്ങനെ തയ്ക്കുന്ന ജോലിയായിരുന്നു ആർക്ക്? മാതാവിന്. ഇനി യൗസേപ്പ് പിതാവിൻ്റെ പണി എന്തായിരുന്നു? വലിയ ആശാരിയായിരുന്നു. ഇങ്ങനെ വാളും കൊണ്ടൊക്കെ ഇങ്ങനെ വലിയ മരമൊക്കെ അറക്കുന്ന പണിയായിരുന്നു യൗസേപ്പ് പിതാവിന്. എങ്കിൽ നമുക്ക് സിസ്റ്റർ ഈശോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുരിശിൽ കിടക്കുന്ന ഈശോ കിടക്കുന്ന പോലെ ഇങ്ങനെ കുരിശിൽ കിടക്കണം. ഇനി മാതാവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളിങ്ങനെ തുണി തയ്ക്കുന്ന പോലെ തയ്ക്കണം. പിന്നെ യൗസേപ്പ് പിതാവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വാളും കൊണ്ടിങ്ങനെ മരം വറക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണിയാണ് അല്ലേ? ഇവിടെ ഓരോരുത്തർ അറക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എങ്കിൽ തുടങ്ങാം. ഈശോ, മാതാവ്, യൗസേപ്പ് പിതാവ്, മാതാവ്, ഈശോ, യൗസേപ്പ് പിതാവ്. നന്നായി ചെയ്തു. അപ്പം നിങ്ങൾ നല്ല ശ്രദ്ധയുള്ള കുട്ടികളാണ്. സിസ്റ്ററിന് നല്ല ഇഷ്ടമായി കേട്ടോ. എങ്കിൽ ഇനി എല്ലാവരും എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് പുസ്തകത്തിലൊന്നും കുത്തിപ്പോറാതെ, ഇപ്പോൾ ആരും പുസ്തകം തുറക്കണ്ട കേട്ടോ. എല്ലാവരും പുസ്തകം അടച്ചു തന്നെ വെക്കണം. സിസ്റ്റർ പറയുമ്പോൾ മാത്രം പുസ്തകം തുറന്നാൽ മതി. എല്ലാവരും നല്ല മിടുക്കരായിട്ട് അതാത് കസേരകളിൽ ഇരിക്കണം കേട്ടോ. കസേരയിലോ അവിടെ ചിലർ സോഫയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സോഫയിലൊക്കെ ഇരുന്ന് നിങ്ങൾ നല്ല മിടുക്കരായിട്ട് ക്ലാസ് കൂടണേ. എങ്കിൽ നമുക്ക് പഠിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ബൈബിളിൽ ഈ സംഭവം കേട്ടിട്ടുണ്ടോ? സിസ്റ്റർ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിക്കൽ ദൈവം ഗബ്രിയേൽ ദൂതനെ ആരുടെ അടുത്തേക്ക് അയച്ചു? മറിയത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്നു പേരിടണം. അപ്പോൾ
മറിയം എന്താ പറഞ്ഞതെന്നറിയാമോ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ മറിയം ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞു. ഇനി നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന പഠിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാറില്ലേ? നിങ്ങൾക്കറിയാമോ ആ പ്രാർത്ഥന? ആ പ്രാർത്ഥന അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. ആഹാ, കുറേ കുഞ്ഞുങ്ങൾക്കറിയാലോ ആ പ്രാർത്ഥന. സിസ്റ്റർ ഒന്ന് പറഞ്ഞു തരാം, ഇതെന്തിനാ ചൊല്ലുന്നതെന്നറിയാവോ ഈ പ്രാർത്ഥന? മാതാവ് ഈശോയുടെ അമ്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ നമുക്കൊന്ന് ചൊല്ലാം ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് ഈശോയിൽ നിന്നും ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് മേടിച്ചു തരും. അപ്പോൾ എല്ലാവരും കൊന്ത കണ്ടിട്ടില്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ കൊന്തയില്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ജപമാല എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാൻ. എങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആർക്കെങ്കിലും ഈ പ്രാർത്ഥന അറിയത്തില്ലാത്തതുണ്ടോ? ഈ പ്രാർത്ഥന കാണാതെ അറിയാത്തവരൊന്ന് കൈപൊക്കിക്കേ. ആടാ, 3-4 കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ ഈ പ്രാർത്ഥന. എങ്കിലൊരു കാര്യം ചെയ്യുമോ? നിങ്ങൾ നിങ്ങളുടെ പപ്പയോടും മമ്മിയോടുമൊക്കെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരാൻ പറയണം കേട്ടോ. നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ അറിയാം ഈ പ്രാർത്ഥന. അറിയാൻ മേലാത്ത കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യണം? പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ അടുത്ത് പോയിരുന്ന് ഇന്ന് തന്നെ ഈ പ്രാർത്ഥന പഠിച്ച് നിങ്ങൾ ഉച്ചത്തിൽ കുരിശ് വരയ്ക്കുമ്പോൾ ഉച്ചത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി എന്തിനാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞു അല്ലേ? ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മയല്ലേ? ഈശോയുടെ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. അതുകൊണ്ട് ഈ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ അമ്മ ഈശോയിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. അതുകൊണ്ട് എല്ലാവരും വളരെ ഭക്തിയോടെ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കിനി ഈ പ്രാർത്ഥനയുടെ ഒരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയാവോ? പാട്ടൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യായിരിക്കും. നമുക്കൊന്ന് പാടാം. നമുക്ക് ഒരുമിച്ച് ആദ്യം സിസ്റ്റർ പാടി കേൾപ്പിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ഒച്ചത്തിൽ സിസ്റ്ററിൻ്റെ കൂടെ രണ്ടാമത് ചേർന്ന് പാടണം കേട്ടോ. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും, പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കുറേ കുട്ടികൾക്കറിയാമല്ലോ. എങ്കിൽ നമുക്കൊന്ന് പാടാം ഒന്ന് ചേർന്ന്. നമുക്കൊന്ന് ചേർന്ന് ഈ പാട്ടൊന്ന് പാടാം കേട്ടോ. ഉച്ചത്തിൽ പാടണേ. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും, സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും, പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മ നീ, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. ഇഷ്ടമായോ ഈ പാട്ട്? നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ. ഈശോയുടെ അമ്മ ആരുടെയും കൂടി അമ്മയാണെന്നാ സിസ്റ്റർ പഠിപ്പിച്ചേ? നമ്മുടെയും കൂടി അമ്മയാണല്ലേ. ഈശോയുടെ അമ്മയെ ഈശോ നമുക്കും അമ്മയായി നൽകിയത് എന്തിനാന്ന് നിങ്ങൾക്കറിയാമോ? അമ്മയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ അമ്മ എന്തു ചെയ്യും? ഈശോയുടെ അടുത്ത്
നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. ഈശോയുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അമ്മ ചെന്ന് പറയുമ്പോൾ ഈശോ എന്തു ചെയ്യും? ഈശോ അമ്മയുടെ ഈ ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കേട്ട് ഈശോ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളെല്ലാം നമ്മൾ ആരോട് പറയണം? പരിശുദ്ധ അമ്മയോട് പറയണം. ഈശോയുടെ അമ്മയായ മറിയത്തെ നാം എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈശോയുടെ അമ്മയുടെ പേരെന്താണെന്നായിരുന്നു സിസ്റ്റർ പഠിപ്പിച്ചത്? മറിയം എന്നല്ലേ? അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ നന്നായി പഠിച്ചില്ലേ? ഈശോയുടെ വളർത്തുപിതാവിൻ്റെ പേര് നിങ്ങൾ എന്താണെന്ന് പഠിച്ചു? അവിടുന്ന് ഉത്തരം പറയുന്നുണ്ടല്ലോ, യൗസേ പിതാവ് അല്ലേ? ഇനി ഈശോയുടെ അമ്മയുടെ പേരെന്താണെന്ന് നിങ്ങൾ പഠിച്ചേ? മറിയം. ഈശോയുടെ അമ്മയായ മറിയത്തെ നമ്മൾ എന്താണെന്നാണ് വിളിക്കുന്നേ? മാതാവ് എന്നല്ലേ? അപ്പോൾ ഈ മാതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ആര് നമുക്ക് ചെയ്തു തരും? ഈശോ നമുക്ക് ചെയ്തു തരും എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇനി ആ പ്രാർത്ഥന നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ മറന്നുപോയോ ആ പ്രാർത്ഥന? നമുക്ക് ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലണോ? നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജപം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒരിക്കൽ കൂടി ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഒച്ചത്തിൽ ചെല്ലണേ, സിസ്റ്ററിന് കേൾക്കണം. കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമുക്കൊരു ഹോംവർക്ക് ചെയ്താലോ? എന്ത് ഹോംവർക്കാണ് ചെയ്യാൻ നിങ്ങൾക്കിഷ്ടം? നമ്മുടെ പുസ്തകത്തിൽ കുറേ റോസപ്പൂക്കളുടെ പടം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ എല്ലാവരും? ഇനി എല്ലാവരും ഒന്ന് പുസ്തകം തുറക്കണേ. എല്ലാവരും പുസ്തകം തുറന്ന് 39-ാമത്തെ പേജ്, ആ പേജിൽ മാതാവിന് കൊടുക്കുവാനുള്ള കുറേ റോസാപ്പൂക്കൾ കണ്ടോ? അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള നിറം, ചുമപ്പ്, ഏതൊക്കെ കളറാണ് നിങ്ങൾക്കിഷ്ടം? നിങ്ങൾക്ക് പല കളർ ഇഷ്ടമുണ്ടല്ലേ? അപ്പോൾ 3 പൂക്കളില്ലേ അവിടെ നിറമടിക്കാൻ? അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കളറുകൾ ഓരോ പൂക്കൾക്കും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കത് മാതാവിന് കൊടുക്കാം. അതോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്നും ഏറ്റവും നല്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പൂവ് പറിച്ചെടുത്ത് അതും മാതാവിന് സമ്മാനമായിട്ട് കൊടുക്കണേ. പിന്നെ നിങ്ങളിപ്പോൾ ചെയ്ത ഈ വർക്കുണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്ന ഈ വർക്ക്, ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എങ്കിൽ നമുക്കിന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കുരിശ് വരച്ച് അടുത്ത് നിൽക്കുന്ന പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ സ്തുതി ചൊല്ലിക്കൊണ്ടാണ് നമ്മളിന്ന് ക്ലാസ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഒരു സ്തുതി കൊടുത്ത് ഒരു ചക്കര ഉമ്മയും കൊടുത്തേ. നല്ല മിടുക്കര, എല്ലാവരും ചെയ്തു. നല്ല മക്കളാകട്ടോ. എങ്കിൽ ടീച്ചർ പറഞ്ഞ ഹോംവർക്കൊക്കെ നിങ്ങൾ ചെയ്ത് വേഗം തന്നെ നിങ്ങളുടെ ടീച്ചർമാർക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.